ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും 10th ലെവൽ പ്രിലിംസിനൊക്കെ വേണ്ടി തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ? നന്നായി വർക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് PSCയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 10th പ്രിലിംസ് സമയക്രമത്തിലായിട്ട് വമ്പൻ മാറ്റം. PSCയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വരുന്നതല്ലേ. അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ നമ്മുടെ ഇതിൽ വന്നിട്ടില്ല. ഒരൊറ്റ ദിവസം, അതായത് 18/7/2025 രാവിലെ ഉച്ച കഴിഞ്ഞുമായിട്ട് രണ്ട് ടൈമിൽ ഒരേ ദിവസം 2 സ്റ്റേജായിട്ട് PSCയുടെ എക്സാംസ് നടക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു ഇത് കേരള PSCയുടെ ഇത് ചരിത്രത്തിൽ ഇപ്പം ആദ്യമായിട്ടാണ്. പുതിയ പുതിയ പരിഷ്കരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എത്രയും പെട്ടെന്ന് പഠിച്ച് എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറിയ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പരിഷ്കാരങ്ങളും സമയക്രമങ്ങളും എണ്ണങ്ങളും എല്ലാവർക്കും ഇങ്ങനെ ജോലി കൊടുത്തോണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മുടെ എണ്ണം കുറയും, നമുക്കുള്ള ചാൻസ് കുറയും. അപ്പൊ ആദ്യത്തെ 100-ലൊക്കെ വരുന്നവർക്ക് മാത്രമാകും ജോലി തന്നെ കിട്ടുന്നു എന്നുള്ള അവസ്ഥയിൽ വരും. അപ്പം നോക്കുക, എല്ലാവരും പഠിക്കുക. ഇപ്പൊ 431/2025 ലാസ്റ്റ് ഗ്രേഡ് സർവീന്റിന് വേരിയസ് ഗവൺമെന്റ് കോർപ്പറേഷൻസ് അതിന്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന്റെ എക്സാം നടക്കുന്നത് രാവിലെ 10:30 തൊട്ട് രാവിലെ 10:30 തൊട്ട് രാവിലെ 11:15 വരെയാണ് 11:15 എക്സാം നടക്കുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ഡിവിഷൻകാർക്ക് 619/2025 ഡിസ്ട്രിക്ട് വൈസിലുള്ള എക്സാം, കേരള സ്റ്റേറ്റ് ബിവറേജസ് എക്സാമിനേഷൻ, അതിന്റെ ഇത് ഉച്ച കഴിഞ്ഞ് ആണ് നടക്കുന്നത്. അപ്പം സാധാരണ പോലെ തന്നെ 1:30 തൊട്ട് 3:15 വരെ, അങ്ങനെ 2 ഇതിലാണ് ഇത് വരുന്നത്. ഇതിൽ ഏത് സെക്ഷനാണ് നിങ്ങൾക്ക് ഉള്ള എക്സാമിന്, നിങ്ങളുടെ സെക്ഷൻ ഏതാ എന്നുള്ളത് നമുക്ക് എക്സാം വരുമ്പോഴേ അറിയത്തുള്ളൂ. എക്സാമിന് നമുക്ക് 4-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി അല്ല 4-ാം തീയതി 15 ദിവസം മുന്നാണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ 4-ാം തീയതി നമുക്ക് ഹോൾ ടിക്കറ്റ് നമ്മുടെ ഇതിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ PSCയുടെ സൈറ്റിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും രാവിലത്തെ ബാച്ചിലാണോ ഉച്ച കഴിഞ്ഞത്തെ ബാച്ചിലാണോ നമ്മുടെ എക്സാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പം സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം ഒരേ ദിവസമാണ്. നന്നായി പഠിക്കുക. ഇപ്പൊ സ്റ്റേജ് 1 ഇപ്പൊ 4-ാം തീയതി വരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു റിലീഫ് ഉണ്ടാവും. കാരണം അതില്ല. അപ്പൊ ഇതിലില്ല. അടുത്ത ഇതുവരെ എനിക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ട്. പിന്നെ കറക്റ്റ് ഒരു മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ഫസ്റ്റ് സ്റ്റേജിന്റെ എക്സാം അത് എവിടുന്നൊക്കെ ഏതൊക്കെ ഏരിയാസ്, അതിൻ്റെ അകത്തെ കോർ ഏരിയാസ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും ദിവസം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഇത് നോക്കിയിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. രാവിലെ ഉച്ച കഴിഞ്ഞുമായിട്ടാണ്. നിലവിൽ 2 സ്റ്റേജിന്റെ അപ്ഡേറ്റേ ഉള്ളൂ. സാധാരണ 4 സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് 10th ലെവൽ പ്രിലിംസ് നടക്കുന്നത്. പക്ഷെ ഇത്തവണ 2 സ്റ്റേജിന്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പ്രിലിംസ് 2 സ്റ്റേജ് ഉള്ളോ, ഇനി ഒരു 3-ാമത്തെ 4-ാമത്തെ സ്റ്റേജ് ഉണ്ടോ, അതിന്റെ ഒന്നും ഇൻഫർമേഷൻസോ അപ്ഡേറ്റ്സോ ഒന്നും നമുക്ക് ഇതുവരെ അവർ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിലേ നമുക്കത് ചോദിക്കാൻ പറ്റത്തുള്ളൂ. തന്നിട്ടുണ്ടെങ്കിലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നിലവിൽ 2 സ്റ്റേജിന്റെ കാര്യങ്ങളെ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ 2 സ്റ്റേജിലും ഉണ്ടാകും. ആ 2 രാവിലെ ഉച്ച കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾ പഠിക്കുക. 3rd-ഉം 4th-ഉം ഉണ്ടോ ഇല്ലയോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. 2 പരീക്ഷയിൽ നിർത്തുവാണോ, അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഇത് പഠിക്കുക. ഇനി 3rd-ഉം 4th-ഉം ഉണ്ട്. നിങ്ങൾക്ക് അന്ന് ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ പോർഷൻ കംപ്ലീറ്റ് ആ 4-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യൂ. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെവൽ, നമ്മൾ എത്രമാത്രം നമ്മൾ റിവിഷൻ ചെയ്യുന്നോ അത്രയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും തറവാകുകയാണ്. നമുക്ക് ഇനി കൗണ്ട് ഡൗൺ ആയി. അതായത് ഇനി 62 ദിവസമാണ് നമുക്ക് 10th ലെവൽ പ്രിലിംസിനുള്ളൂ. ഇന്ന് മുതൽ 62 ദിവസം
മാത്രമേ നമുക്ക് 10th ലെവൽ പ്രിലിംസ് ഉള്ളൂ. അതെല്ലാവരും ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾ ഇപ്പൊ പഠിച്ചു, 4-ാം തീയതിയിലത്തെ ഇതിൽ ഹോൾ ടിക്കറ്റ് വന്നില്ലെങ്കിൽ സാരമില്ല, അടുത്ത ഇത് ഘട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പഠിക്കും. അന്നേരം നിങ്ങൾ ഉറപ്പായും ലിസ്റ്റിൽ കയറും. ലിസ്റ്റിൽ കയറി കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുക. LGSന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പോർഷൻസ് തന്നെ ഒന്നോടെ തറവാക്കി റിവിഷൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 10 വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൂടാതെ ഇനിയിപ്പോ ഇത് 10th ലെവൽ പ്രിലിംസ് കഴിഞ്ഞു, നിങ്ങൾ അതിൻ്റെ അകത്തില്ല എന്നുണ്ട്, ഇത് റിവിഷൻ ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബിവറേജ് LDCക്ക് ബെവ്കോ LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സബ്ജക്ട്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. നമ്മൾ ആ പോർഷൻസ് നമ്മൾ തറവാക്കണം. അതാണ് നമ്മുടെ അത്യാവശ്യം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടോ, എത്ര 2 സ്റ്റേജ് ഉണ്ടോ, 4 സ്റ്റേജ് ഉണ്ടോ, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഇതിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു. എന്നോട് ചിലർ ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ നിലവിൽ SCRT 10th ലെവൽ പ്രിലിംസിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCRTയും ഇങ്ങനെയുള്ള കുറച്ച് ഗൈഡൻസ് ക്ലാസ്സുകളും സംഭവങ്ങളും ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം നിലവിൽ ഞാനിപ്പോൾ 3 വീഡിയോ ഇടുന്നുണ്ട്. ഇത് കൂടുതൽ വീഡിയോ ഇട്ടാൽ അവർ നോട്ടിഫിക്കേഷൻ പോവോ, അതങ്ങനെ റീച്ച്. അത് മാത്രമല്ല, ഇത് ഇത്രയും വീഡിയോസ് എഡിറ്റ് ചെയ്ത് സംഭവങ്ങൾ ചെയ്ത് അത്യാവശ്യം എനിക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി ബാക്കി ടൈം ഞാൻ എനിക്ക് 10th ലെവൽ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാനും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ പക്ഷെ ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. വൈസ്രോയിമാരുടെ അത്യാവശ്യം നവോത്ഥാനം സംഭവങ്ങൾ നിങ്ങൾ കയറി പ്ലേലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളും സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കൂ. അതൊക്കെ ഒന്ന് കവർ ചെയ്ത് തീരുവാണെങ്കിൽ നിങ്ങൾ അന്നേരത്തേക്ക് ഞാൻ അടുത്തിടുന്നുണ്ട്. ഞാനിപ്പോൾ SCRTs ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് സിലബസ് നോക്കി പഠിക്കുക. ഇനി ഒരു ദിവസം പോലും കഴിയാനില്ല. ഇന്നേക്ക് മൂലം 62 ദിവസമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മാർക്ക് നേടൂ. നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.